guys, welcome to Govan Mallu Girl in the YouTube channel and welcome to my very first YouTube video. Then the first video I can do a brief introduction. So in the Home Alone, which is a part of Fears of Fathom. This is an Indian developer. His name is Mukul Negi. I made the first YouTube video on Indian gaming because I'm a proud Indian. Okay, so without any delay, I'll go to the YouTube video. എനിക്ക് ഇത് റെഡിറ്റിൽ ഇടാൻ ആദ്യം പേടിയുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ഇത് എവിടെ നിന്നാ തുടങ്ങണ്ടേ. എൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിനെ ക്ഷമിക്കണം. ഇത് രാത്രി ഇത് സമ്മർ സീസണിന്റെ നടുക്കായിരുന്നു. എനിക്ക് അത്ര പറയാക്കൂ. എൻ്റെ വീട്ടിലെ ആൾക്കാർ ആരും വർക്ക് ട്രിപ്പിൽ പോയതായിരുന്നു. ഓക്കെ, എൻ്റെ അർത്ഥം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. എന്നിട്ട് എൻ്റെ ഉറക്കത്തിൻ്റെ ഷെഡ്യൂളും ഭയങ്കരമായിട്ട് മെസ്റ്റപ്പായിരുന്നു. എൻ്റെ അല്ലെങ്കിൽ എപ്പോഴും മെസ്റ്റപ്പാണ്. ഞാൻ ഉറങ്ങുന്നതും എണ്ണീക്കുന്നതും എപ്പോഴെങ്കിലൊക്കെ ആയിരുന്നു. ഞാൻ ആലോചിച്ച് ഞാൻ അത് ശരിയാക്കാമെന്ന്. സ്പേസ് ടു ഗെറ്റ് അപ്പ്. ഞാൻ എണ്ണീറ്റത് 8 മണിക്ക് വൈകുന്നേരം. എൻ്റെ പൊന്നോ, ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാം. നല്ല മുറി. നമ്മുടെ വീടിൻ്റെ അപ്പുറത്തും വേറെ വീടുകളുണ്ട്. വി ആർ നോട്ട് അലോൺ, ബട്ട് നമ്മൾ വീട്ടിൽ അലോണാണ്. ഓക്കെ, ഐ ഗസ് നമുക്കിത് തുറക്കം വെക്കും. മോം, അച്ഛനും ഞാനും ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. അമ്മയ്ക്ക് തലക്ക് വട്ടാണോ? എനിക്ക് 14 വയസ്സായി. ഞാൻ ഇച്ചിരി ഉറങ്ങാൻ പോവാ. ചിലപ്പോൾ ഞാൻ കഴിക്കാൻ ഒരു പിസ്സ ഓർഡർ ചെയ്യുന്നത്. എൻ്റെ ഒന്നും ആവശ്യമില്ല. ലിറ്ററൽ ഇന്ത്യൻ മോം. ഞാൻ നിനക്ക് വേണ്ടി ഓൾറെഡി ലസാഞ്ഞ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെക്ക് ദ ഫ്രിഡ്ജ്. ഓക്കെ, അത് മോമിന് പറയുള്ളൂ. ഇത് മേസൺ ഒലിവർ ഹൗസ് കിം. ബോർ. ഞാൻ മറന്നുപോയി. ഇന്ന് രാത്രി ചെയ്യാം. ലോൽ സെയിം. അമ്മ അച്ഛനും ഇന്ന് വീട്ടിലില്ല. വീട്ടിൽ വരണോ? ഞാൻ പെണ്ണാന്നോ ആണാന്നോ? ആണായിരിക്കും. ഞാൻ നിന്നോട് പറയാം, നീ ജോഷിനെ കൂടെ വിളിച്ചോളൂ. എനിക്ക് ഉറപ്പൊന്നും തരാൻ ഒക്കത്തില്ല അളിയാ. എനിക്ക് വേറെ പ്ലാൻസ് ഒക്കെ ഉണ്ട് നാറ്റിന്റെ കൂടെ. എന്താ ഇവിടെ ഒരു മുറി തുറക്കട്ടെ. അവിടെ ആരും ഉണ്ട്. ആരത്? അവ എങ്ങോട്ട് നോക്കിയിരുന്ന? എനിക്ക് എപ്പോഴേ പേടിയാവും. നമുക്ക് 14 വയസ്സുള്ള കൊച്ചനെയൊക്കെ വീട്ടിലിട്ടിട്ട് പോവാന്നൊക്കെ പറഞ്ഞ നമ്മൾ കൊള്ളാലോ. റൂം അടച്ചേക്കാം. ഇതെന്താ അടയത്തില്ലേ? അടങ്ങി. ഓക്കെ, നമുക്ക് താഴെപ്പാം. ചാടിപ്പോവും. ഓക്കെ. സീ ടു ക്രൗച്ചോ? ഒളിച്ചു നോക്കേ. നമ്മളെന്തിനാ ഒളിച്ചു നോക്കുന്നത്? നമുക്ക് ഒളിച്ചു നോക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് നമ്മുടെ അമ്മ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ പോയി ലസാഞ്ഞ തിന്നാം. എന്തോ ഇതെല്ലാം തുറക്കുന്നേ. അറിയില്ല തുറക്കുന്നതോ പുറത്തുനിന്ന്. ഇത് തുറക്കണം. എങ്ങനെ തുറക്കുന്നേ? ഓക്കെ, ദിയാര ലസാഞ്ഞ. Food was cold. Okay. Food was heating. അപ്പോൾ നമ്മൾ ചൂടാക്കും. ഫ്രിഡ്ജ് അടയ്ക്കാം. Close the fridge. അയ്യോ,
ഫുഡ് നല്ല ചൂടാണ്. എനിക്ക് ടി വിയുടെ കൂടെ കാണണമെന്ന് പോലും. ടി വി എവിടെ നിന്ന് കണ്ടുപിടിക്കും ഞാൻ? ഓ, ടി വിയുടെ കൂടെ നമുക്ക് ടി വി കാണാം. ഗെറ്റപ്പ് ഗോ പുട്ട് ടി വി. ഇങ്ങനെ ടി വി വെക്കുന്ന നീക്കെ മതിയോ? ഇനി ഫുഡ് തീറ്റിച്ചേരണോ? അവിടെ ആരോ നടന്നുപോയോ? അത് എനിക്ക് തോന്നിയതാണോ? അവിടെ ആരോ നടന്നുപോയി. അവിടെ വീട്ടിൽ ആരോ ഉണ്ട്. അവിടെ ആരോ നടന്നുപോയി. പോയോ? നമുക്ക് തോന്നിയാണോ? വേഗം തിന്ന്. എന്റെ വീട്ടിൽ ആരും ഇരിക്കുന്നത് തിന്നോണ്ടിരിക്കുന്നു. ഇവിടെ എന്തുവാ കാണുന്നത്? കാണാൻ പറ്റിയ സമയം. വീട്ടിൽ ആരോ ഉണ്ട്. മേളി എജിക്ക് ത്രോ എടുത്ത് കളാൻ മനെ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടിയ? നമ്മുടെ മേളിലത്തെ മുറി ആരോ ഉണ്ട്. ഞാൻ കണ്ട്. Tell me how to go upstairs or something. What is this? എൻ്റെ അമ്മ പറഞ്ഞോളാം. ഓ ആളിയാ, എനിക്ക് വേറെ ഒക്കത്തില്ല മേൻ. എനിക്ക് വേറെ പണിയുണ്ട്. പക്ഷെ നിനക്ക് ജെസ്സിക്കയുടെ അവിടെ നാളെ വരണം കേട്ടാ. നാളെ ഞാൻ ഉണ്ടായാൽ ഞാൻ വരാം അളിയ. ഇത് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതെന്തോ ഈ കഥ തുറന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ പാമ്പോ സ്ഥലം അത് കിച്ചൺ. ഇതെന്തുവാ? I was right. നമ്മുടെ കഥ തുറന്നിട്ടേ. ഞാൻ തുറന്നിട്ടില്ല. ഞാൻ തുറന്നോ? ഞാൻ തുറന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ്. മേളിൽ ആരോ ഉണ്ട്. ഇതിപ്പോ ഞാൻ അടയ്ക്കണോ തുറക്കണോ? തിരിയുമ്പോ ആളവിടെ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇതിപ്പോ ഞാൻ എന്തുവാ ചെയ്യണ്ടിയേ? ഡോണ്ട് ടെൽ മീ എനിക്ക് മേളിൽ പോകേണ്ടി വരും. എനിക്ക് തോന്നിയതായിരിക്കും അല്ലേ? ആരും പോയി കാണത്തില്ല. സോറി മൈൽസ്, ഗോട്ടാ സീ യു ടുമോറോ. ഓക്കെ, ആയിക്കോട്ടെ. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. ഇങ്ങനത്തെ സ്ഥിതി നമ്മൾ ഉറങ്ങുന്നതാണ് ബെസ്റ്റ്. ഐ ഓൾവേസ് ക്ലോസ് മൈ ഡോർ ബിഫോർ ഗോയിങ് ടു ബെഡ്. ഓ, അങ്ങനത്തെ നല്ല ശീലങ്ങളൊക്കെ ഉണ്ടല്ലേ. അതൊക്കെ അടച്ചോ. ഏത് കഥ ഇതല്ലേ? ഇനി കിടന്നുറങ്ങിക്കോ. നമുക്ക് കിടന്നുറങ്ങാം. എനിക്ക് ഓർമ്മ വന്ന് എനിക്ക് ഹോംവർക്ക് ഉണ്ടിറങ്ങുന്നതെന്ന് മുന്നേ. ഇനി അതുണ്ടാക്കാൻ പോണോ? നിന്റെ വീട്ടിൽ ആരോ ഇരിക്കുന്നത് നിനക്ക് ഹോംവർക്ക് ചെയ്യണം അല്ലേ? ഞാൻ അതവിടെ ചെയ്യുന്ന ആ സ്റ്റഡി റൂം എന്തോലും ഇവിടെ തന്നുകൊണ്ട് ഞാൻ വെച്ചാൽ അതിന് വേണ്ടി ഹോംവർക്ക് ചെയ്യും. എൻ്റെ കൊച്ചത്രയും നേരം ഹോംവർക്ക് ചെയ്തോ? ഫ്യൂ അവേഴ്സ്. ഓക്കെ, കഴിഞ്ഞല്ലോ. എൻ്റെ പൊന്നെ, 1 മണി ആവാറായി. പോയി കിടന്നുറങ്ങിക്ക. അമ്മ കിടക്കാൻ പോവാ. അമ്മ എന്തോ ചെയ്യുന്നേ? അമ്മയുടെ മെസ്സേജ് ഞാൻ കണ്ട പോലും ഇല്ല എന്തായിരുന്നു. നമുക്ക് കിടന്നുറങ്ങാം. സമയം 1:16. വെള്ളം കുടിക്കണം. ഓക്കെ, നീ വെള്ളം കുടിക്കാൻ പോണോ അല്ലേ പാതിരാത്രിക്ക്?
എൻ്റെ പൊന്നോടങ്ങും വട്ടം പോലുമില്ല. 1 മണിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് എന്തോ മുറി വെള്ളം കൊണ്ടുവന്നൂടി? നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അവിടെ ഒന്നും നോക്കണ്ട. വെള്ളം കുടിച്ചിട്ട് പോ. നീ ഇത്ര എൻ്റെ പോയി കിടന്നുറങ്ങ്. ഗോ ഫാസ്റ്റ് നമുക്ക് പോയി കിടന്നുറങ്ങാം. അമ്മ എന്തോ രാത്രി ഗുഡ് നൈറ്റ് പടമായിരിക്കും. മൈൽസ്, ഓ ഞാൻ ചെറുക്കനാണോ? മൈൽസ്, വീട്ടിൽ ആരാ ഉള്ള? യു ദേർ? നമ്മുടെ വീട്ടിൽ ആരും ഉണ്ട് ഗൈസ്. ഹൈഡൊക്കെ ചെയ്തിട്ട് എന്തിട്ടാണ്? ഗെയിമല്ലേ? Paula sent me said he's been അവൻ നമ്മുടെ വിൻഡോ കൂടെ ഒളിഞ്ഞു നോക്കുന്നു. ഞാൻ പോലീസിനെ വിളിക്കാം. നിങ്ങൾ കൊച്ചുങ്ങളോ? ഞാൻ ഒറ്റയ്ക്കുള്ളൂ അമ്മേ. നിന്റെ റൂമിൽ ഒളിച്ചു നിൽക്കൂ. ഡോർ ആൻസർ ചെയ്യില്ല എന്തൊക്കെ സംഭവിച്ചാലും. ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അമ്മ നമുക്ക് മേളിപ്പാ. നമുക്ക് അമ്മ പറയുന്ന കേൾക്കാം. മുറി ഹൈറ്റ് നമുക്കിവിടെ ഒളിച്ചിരിക്കാം. അവൻ എന്നെ എന്തുവായാലും കണ്ടില്ലേ? നമ്മൾ ഒളിച്ചിരിക്കുന്നതായിരിക്കും ബുദ്ധി. ഞാൻ അവിടെ നോക്കി, പക്ഷെ അവൻ പോയി. എനിക്ക് തോന്നുന്ന വീട്ടിൽ ആളുണ്ടെന്ന് അറിഞ്ഞപ്പം പുള്ളിക്കാരൻ പോയി അല്ലേ? അല്ലേ? നമുക്ക് മുറി പോയി കഥ അടച്ചിട്ട് കിടന്നുറങ്ങാം, ഇവിടെ ആരും ഇല്ലെങ്കിൽ. ഓക്കേ, let's go to sleep. ഹൈഡോ? നമ്മൾ എന്തിനാ ഹൈഡ് ആവുന്നത്? ഇവിടെ ആരും ഇല്ലല്ലോ. Why are we hiding? 1 hour later. Okay, എനിക്കിപ്പം മനസ്സിലായി why there was a hide option and not sleep. ഗ്ലാസ് തല്ലി പൊട്ടിച്ചിട്ട് ബെല്ലടിക്കുന്നു. ഞാൻ പോവില്ല.
ഇറ്റ്സ് പൗല അറ്റ് ദ ഡോർ. ഇപ്പൊ ഡോർ തുറക്കാൻ പോകണോ അല്ലേ? വീട്ടിൽ ആരോ ഗ്ലാസ് പൊട്ടിച്ച് കയറി. നമുക്ക് പോയി തുറക്കാം. ഗെയിം തീർന്നു. What do you mean game over? First of all, എനിക്കൊരു മിനി ഹാർട്ട് അറ്റാക്ക് വന്നു. The game ended? You're telling me I have to start again? Paula, എനിക്ക് വീണ്ടും ഒന്നിന്ന് കളിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ കളിക്കും, നമ്മൾ രക്ഷപ്പെടും. Over the edge, feel like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit. ഞാൻ തല പിടിച്ച് അകത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. നീ ബെല്ല് വരും. ഞാൻ എണ്ണിക്കത്തില്ല. നമ്മൾ ഹൈഡായി ഇരുന്നാ മതി ഗൈസ്. ഡോണ്ട് ഗോ. ഇറ്റ്സ് ഫോൾ അറ്റ് ദ ഡോർ. പറ്റത്തില്ല. അമ്മയ്ക്ക് അവിടെ നിന്ന് എങ്ങ് മെസ്സേജ് ഇട്ടാൽ മതി. എന്നെ അവൻ കുത്തിക്കൊല്ലുന്നത്. എനിക്ക് വീണ്ടും കളിക്കേണ്ടി വന്നു. അമ്മ പോലീസിനെ വിളിക്ക്. മോളല്ലോ പോവത്തില്ല. ഞാൻ പോവത്തില്ല. ഞാൻ പ്രാവശ്യം ഇവിടെ തന്നിരിക്കും. അമ്മ എന്തൊക്കെ ചെയ്താലും ഞാൻ ഡോർ ഓർക്കത്തില്ല. നിങ്ങൾ പോലീസിനെ വിളി. ഞാൻ അവിടെ ഒളിച്ചിരിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ പോയി നോക്കാം. അമ്മയൊക്കെ പേടിയാവുന്നു. ഞാൻ തുറക്കുമ്പോൾ ആളിവിടെ ഉണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മൾ തുറന്നാലേ പറ്റൂ. ഇവിടുന്ന് ചാടിപ്പാമോ? ഇവിടുന്ന് പോയ ആളിയാൻ എവൻ ഡോർ തുറന്നാ ഞാൻ പോവും. വേണ്ട, നമുക്ക് വന്ന വഴി എല്ലാം കൂടെ ചാടിപ്പാമോ? അകത്ത് കയറിപ്പോ. ഡോർ അടയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒളിച്ചിരിക്കുക. ബിക്കോസ് ഞാൻ കണ്ടിട്ട് വേറെ ഒരു മാർഗവും ഇല്ല. ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് നമ്മൾ തുറക്കേണ്ടി വരുമോ? പോലീസ് വന്നു. ഗെയിം തീർന്നു. നമ്മളെ വിളിച്ചെന്നാ മതിയായിരുന്നു. ഹീറോയിസം കാണിക്കില്ലേ? അത്രേ ഉള്ളൂ. ഇപ്പൊ എനിക്കിനി പാമോ? പോലീസൊക്കെ വന്നല്ലോ. പോലീസ് വന്നു. നമുക്ക് പാം. അയാളവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോകത്തില്ല. ഇപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇച്ചിരി സപ്പോർട്ട് കിട്ടിയാൽ വളരുന്നു. ഫോർ മോർ സച്ച് വീഡിയോസ് ആൻഡ് ഗെയിമിങ്സ് പ്ലീസ് സ്റ്റേ സബ്സ്ക്രൈബ്. ബൈ ബൈ.